ഓക്കെ, ഏതായാലും എന്റെ കല്യാണത്തിന് വന്നല്ല, ഇനി നമുക്കൊന്ന് ആഘോഷിക്കാം. നേരം വെളുക്കുന്നവരെ സമയമുണ്ട്. നമുക്ക് വെള്ളം അടിച്ച് നേരം വെളുപ്പിക്കാം. എന്താ? സോറി സാർ, ഡ്യൂട്ടിയിൽ മദ്യപിക്കാൻ പാടില്ല സാർ. മദ്യപിച്ച ജോലി പോവും സാർ. ജോലി ഞാൻ തന്നാലോ? എന്നാ കുഴപ്പമില്ല സാർ. ഒരു കുഴപ്പമില്ല. താ വന്നേ. നിങ്ങൾ വന്നത് എന്റെ കല്യാണത്തിനാണെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യണം. നിങ്ങൾ ഹാപ്പി ആക്കണതേ എന്റെ ചുമതലയാ. വിവേക്, ഇവൻ നമ്മുടെ സ്വന്തം ആളാ. നാളെ നേരം വെളുക്കുന്നവരെ ഇവന്റെ ഗ്ലാസ് ഒഴിയാൻ പാടില്ല. ഇവരുടെയും ഡൺ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കം ഓൺ. ഇരിക്കടോ അവിടെ. വയ്യാത്ത കാലം വെച്ച് താനെന്തിനാ എണീക്കുന്നത്? അല്ല, താൻ ഭക്ഷണം കഴിച്ചോ? എല്ലാം കഴിയട്ടെ സർ. എല്ലാം കഴിയട്ടെ എന്ന് പറഞ്ഞാ എങ്ങനെയാ? മരുന്ന് കഴിക്കുന്നതല്ലേ താൻ? കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണ്ടേ? മോളെ നന്ദിനി, അച്ഛന് ഭക്ഷണം എന്താന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. സാരല്ല സർ, അച്ഛൻ കുറച്ചു കഴിഞ്ഞിരുന്നോളൂ. നോക്ക്, എന്തെങ്കിലും കൊച്ചു കൊച്ചു സംസാരം ഉണ്ടായ അതിന്റെ പേരിൽ മനസ്സ് വിഷമിച്ച് ഓരോന്നിൽ നിന്നും മാറി നിൽക്കരുത്. ഞാൻ പറയുന്ന അനുസരിക്ക്. അച്ഛനെ കൂട്ടിപ്പോയി ചെന്ന് ഭക്ഷണം കഴിക്കുക. ചെന്ന് കഴിക്കു സുദേവ. ഒന്ന് വന്നേ. ഒരു മിനിറ്റ്. ദേ, ഇനി ഞാനിവിടെ വരുമ്പോ താൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കാണരുത്. കേട്ടല്ലോ മോളെ? എത്രയൊക്കെ ഉണ്ടായാലും സാറിന്റെ ഒരു വാക്ക് മതി മനസ്സിൽ തട്ടിയത് പൊറുക്കാൻ, അല്ലേ മോളെ? അതെ അച്ഛാ, ഇത്രയും വലിയ തിരക്കിനിടയിലും സാർ നമ്മുടെ കാര്യങ്ങൾ